Hi all, നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ഡേറ്റ വാലിഡേഷൻ അത് വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനു എങ്ങനെ ആഡ് ചെയ്യാം നമ്മുടെ ഷീറ്റിനകത്തേക്ക്. ഓക്കെ, എന്താണ് ഡ്രോപ്പ് ഡൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ ഡേറ്റാസ് നമുക്ക് വേണ്ടിയത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെയും യുണീക്കായിട്ടും വേണ്ട രീതിയിലായിരിക്കും നമുക്ക് ഡേറ്റാസ് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരും. അതുമാത്രമല്ല, നമ്മൾ വെളിയിലേക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളല്ലാതെ വേറെ ആരിലേക്കെങ്കിലും ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമുക്ക് മെയിൻലി ഇഷ്യൂസ് വരുന്നത്. ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ യുണീക്ക് അല്ലാതെ രീതി ടൈപ്പ് ചെയ്യുന്നത്. യുണീക്ക് എന്ന് ഞാൻ മീൻ ചെയ്യുന്നത്, ചില സമയത്ത് നമുക്ക് വേണ്ടിയത് എല്ലാം ക്യാപ്സ് ലോക്കിലാണെങ്കിൽ ചിലപ്പം നമ്മൾ വെളിയിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അവർ ക്യാപ്സ് ലോക്ക് ഇല്ലാതെ എല്ലാം സ്മോൾ കേസായിട്ടും ചില ഡേറ്റാസ് ക്യാപ്സ് ലോക്കായിട്ടും ഒക്കെ ആഡ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ഇരുന്ന് അതിനെ റെക്ടിഫൈ ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് വേണ്ടിയ രീതിയിൽ നമുക്ക് ഡേറ്റാസിനെ ആളുകളിലേക്ക് എത്തിക്കാനും അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു സർവീസസിനകത്ത് വരുന്നതാണ്, ഫ്രീ ആയിട്ട് വരുന്ന ഒരു സർവീസാണ്. നമുക്ക് ഏത് ഏരിയയിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നെറ്റ് ഉണ്ടെങ്കിൽ ഏത് ലൊക്കാലിറ്റിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ബ്ലാങ്ക് ഷീറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഷീറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. സോ ഞാനിവിടെ എനിക്കൊരു ഡ്രോപ്പ് ഡൗൺ ആഡ് ചെയ്യണം. അതായത് ഈ ഒരു കോളത്തിനകത്ത്, അതായത് എ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് എനിക്ക് ഡ്രോപ്പ് ഡൗൺ ആഡ് ചെയ്യണം. സോ എന്ത് ഡ്രോപ്പ് ഡൗൺ ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത്, എനിക്കിപ്പോൾ ഫ്രൂട്ട്സ് ആണ് എൻ്റെ ഡ്രോപ്പ് ഡൗണിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഹെഡിങ് ആയിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോ ഇതാണ്, ഫസ്റ്റ് റോ അല്ലേ, ഈ സെലക്ട് ചെയ്തേക്കുന്നതാണ് ഫസ്റ്റ് റോ. ഈ ഫസ്റ്റ് റോയിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. സോ എനിക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് മെയിനായിട്ട് വേണ്ടിയ ഡേറ്റ എന്ന് പറയുന്നത് 3 ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ബനാന, ഒക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിടാം. ആപ്പിൾ, ബനാന ആൻഡ് ഓറഞ്ച്. ഓക്കെ, ഇതല്ലാതെ എനിക്കൊരു ഡേറ്റയും വേണ്ട. ഈ 3 ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഡേറ്റാസ് മാത്രം എനിക്ക് മതി. ഇതല്ലാതെ വേറെ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേപ്പ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ അവക്കാഡോ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വേണ്ടിയ ഡേറ്റാസ് ഈ 3 ആയതുകൊണ്ട് ഈ 3 ഡേറ്റാസ് ഞാനിവിടെ കാണിച്ചേക്കണം. ഓക്കെ, ഇനി ഡ്രോപ്പ് ഡൗണിൽ ആഡ് ചെയ്യാൻ ഉള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ആഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാബ് എന്ന് പറയുന്നത് ഡേറ്റയ്ക്കകത്താണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത്, ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഡേറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പം ഡേറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പോപ്പപ്പ് ഡേറ്റ വാലിഡേഷൻ്റെ. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. സെൽ റേഞ്ച് ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, പിന്നെ ഓൺ ഇൻവാലിഡ് ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ അപ്പിയറൻസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ഓരോന്നും നമുക്ക് എന്താണെന്ന് പറയാം. ഇനി ഡ്രോപ്പ് ഡൗൺ വരുന്നത് ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ പാർട്ടിനകത്താണ് ഡ്രോപ്പ് ഡൗണിൻ്റെ എടുക്കാനുള്ളത്. ഇവിടെ മെയിനായിട്ട് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 ടൈപ്പാണ്, ലിസ്റ്റ് ഫ്രം എ റേഞ്ചും ലിസ്റ്റ് ഓഫ് ഐറ്റം. ഇത് രണ്ടുമാണ് ഡ്രോപ്പ് ഡൗൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോന്നും പറയുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ സെൽ റേഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, സെൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ എ എന്ന് പറഞ്ഞ കോളത്തിലാണ് എനിക്ക് വേണ്ടിയത്. അതിൽ നമുക്കിപ്പം മൊത്തം കോളത്തിനകത്തും ഇതിലിപ്പോൾ ഏകദേശം 1000-ഓളം സെൽ എയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫുൾ എ കോളം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം 1000 സെല്ലിനടുത്തുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് പക്ഷേ വേണ്ടിയത് എൻ്റെ ഡേറ്റ റേഞ്ച്, എനിക്കിവിടെ ഇത്രയും ഡേറ്റ മതി. ആദ്യത്തെ ഒരു 30. ഓക്കെ, ഈ 2 തൊട്ട് A2 തൊട്ട്, ഇതാണ് A2 എന്ന് പറഞ്ഞ സെല്ല്, ഇതാണ് A2 തൊട്ട് A30 വരെ. ഇത്ര റേഞ്ചിൽ മാത്രം എനിക്ക് ഡ്രോപ്പ് ഡൗൺ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ സെൽ റേഞ്ചിൻ്റെ അവിടെ നമുക്ക് നോക്കി അറിയാം ഷീറ്റ് 1, ഇത് ഷീറ്റ് 1 ആണ്. അതുകൊണ്ടാണ് ഷീറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം കാണിച്ചേക്കുന്നത്. പിന്നൊരു എക്സ്ക്ലമേറ്ററി മാർക്കാണ്, അത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗൂഗിൾ ഷീറ്റിനകത്തും അതുപോലെ തന്നെ എക്സലിനകത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഷീറ്റ് 1 എക്സ്ക്ലമേഷൻ, അതുപോലെ തന്നെ A2. ഓക്കെ, എനിക്ക് വേണ്ടിയത് A2 തൊട്ട് എവിടെ വരെയാണ്? A30 വരെയാണ്.
ഓക്കെ, ഞാനപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു A2 തൊട്ട് A30 തൊട്ട് A30. ഓക്കെ, ഒന്നുകിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തുണ്ട് സെലക്ട് ഡാറ്റ റേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഡാറ്റ എവിടെ തൊട്ട് ഇവിടം വരെ A2 തൊട്ട് A30 ആണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ അടിച്ചു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷീറ്റ് 1 മാത്രം ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഷീറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഷീറ്റ് 1 അല്ലാതെ ഇവിടെ ഷീറ്റ് 2 ഷീറ്റ് 3 അങ്ങനെ പറഞ്ഞുകൊണ്ട് വേറെ ഷീറ്റുകളുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ ഷീറ്റ് 1 ഇവിടെ ഷീറ്റ് 1 ഇങ്ങനെ എക്സ്ക്ലമേഷൻ രീതിയിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, ഇപ്പം ഞാനിവിടെ സെലക്ട് ഡാറ്റ റേഞ്ച് വെച്ച് സെലക്ട് ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത് 30 വരെ. ഓക്കെ, A2 തൊട്ട് സെലക്ട് ചെയ്തു. ഇനി ലിസ്റ്റ് ഫ്രം എ റേഞ്ച്, അതായത് നമ്മളൊരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് ഡ്രോപ്പ് ഡൗണിൽ കാണിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ എന്തായാലും ഇവിടെ റേഞ്ച് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നോക്കുക, G എന്ന് പറഞ്ഞ, ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, G എന്ന് പറഞ്ഞ കോളത്തിലാണ് എൻ്റെ 3 ഫ്രൂട്ടും ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഫ്രൂട്ടാണ് എനിക്ക് ഡ്രോപ്പ് ഡൗണിൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പം 3 ഫ്രൂട്ടിനെ ഞാൻ ഈ G2 G3 G4ലേക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ G2 തൊട്ട് G4 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് എൻ്റെ ഡാറ്റാസ് കിടക്കുന്നത് ഡ്രോപ്പ് ഡൗണിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ലിസ്റ്റ് ഫ്രം എ റേഞ്ച് വഴി സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ഫ്രം എ റേഞ്ച് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ക്രൈറ്റീരിയയ്ക്ക് അത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഡാറ്റ റേഞ്ച് എടുത്ത് ഇവിടെ തൊട്ട് G2 തൊട്ട് G4 വരെ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. ഓക്കെ, ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനിയുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇൻ സെൽ. അത് നമ്മൾ ടിക്ക് ചെയ്തിടുക. അത് ടിക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ഇപ്പം ഈ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം ടിക്ക് ചെയ്തിടുക. പിന്നെ ഷോ വാണിങ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഷോ ചെയ്യും. ഓക്കെ, അതാണ് ഇത് കാണിക്കുന്നത്. ഇൻവാലിഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ഫ്രൂട്ട് അല്ല, ആപ്പിൾ ബനാന ഓറഞ്ച് അല്ല, അതിപ്പോൾ ഗ്രേപ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഷോ വാണിങ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിവിടെ ഷോ വാണിങ് കൊടുക്കുക. പിന്നെ റിജക്റ്റ് ഇൻപുട്ട് ഉണ്ട്. റിജക്റ്റ് ഇൻപുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ബനാന ഓറഞ്ച് അല്ലാതെ ഞാനിപ്പോൾ ഗ്രേപ്സിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് കാണിക്കും, അത് റിജക്റ്റ് ചെയ്യും, ഡാറ്റ അവിടെ എടുക്കത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ അത് ഷോ വാണിങ് കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഷോ വാണിങ് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്ത്. അപ്പിയറൻസ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഷോ വാലിഡേഷൻ ഹെൽപ്പ് ടെക്സ്റ്റ്, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഹെൽപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ്, എന്തെങ്കിലും ആൾക്കാരെ ഐഡൻറ്റിഫൈ എന്താണ് അതിനകത്തുള്ളതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല. ബേസിക്കലി ഇത്രയും കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എവിടെ തൊട്ട് A2 തൊട്ട് A30 വരെ ഡ്രോപ്പ് ഡൗൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത്. ആരോസ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റും, ബനാന സെലക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഓറഞ്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ആരോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാസ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡാറ്റ ഡ്രോപ്പ് ഡൗൺ അണ്ടറിനകത്ത് ഞാൻ ഈ 3 ഫ്രൂട്ട് അല്ലാതെ വേറൊരു ഫ്രൂട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗ്രേപ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കണ്ടോ ഒരു നിങ്ങൾ ആ സെല്ലിൻ്റെ ഒരു റെഡ് കോർണറിലായിട്ടൊരു റെഡ് ട്രയാങ്കിൾ പോലെ കിടക്കുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രേപ്സിൽ തന്നെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കാണിക്കുക ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം ഈ 3 ഡാറ്റയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഡ്രോപ്പ് ഡൗണിനകത്ത്. ഓക്കെ, അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്, അതുകൊണ്ട് ഇത് അക്സെപ്റ്റബിൾ അല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം നമുക്ക് അതുകൊണ്ട് നമ്മൾ ഈ ഡാറ്റ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ എടുത്തു, ഡാറ്റ വാലിഡേഷൻ എടുത്തു. അപ്പോൾ ലിസ്റ്റ് ഫ്രം എ റേഞ്ച് എല്ലാം നമ്മൾ സെലക്ട് ആയിട്ട് തന്നെ ഡാറ്റ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഷോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇൻ സെല്ലിനകത്ത് അതൊന്ന് അൺടിക്ക് ചെയ്യുക. ഓക്കെ, അത് മാത്രം ഞാൻ അൺടിക്ക് ചെയ്യുകയാണ്. അൺടിക്ക് ചെയ്തു, എന്നിട്ട് സേവ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഇവിടുത്തെ എനിക്ക് ആ ആരോസ് ഒന്നും കാണുന്നില്ല. കണ്ടോ, ആരോസ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ ആരോസ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡാറ്റ കിട്ടും. കണ്ടോ, ആരോസ് മാത്രം പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡബിൾ ക്ലിക്കായിട്ട് ഈ ഡാറ്റ കിടപ്പുണ്ട്. നമ്മൾ 30 കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഡാറ്റ ഉണ്ട്. പക്ഷേ 31 കണ്ടോ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാറ്റാസ് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ആരോ മാത്രം പോയി. അതാണ് അവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും റോസ് ആ സെൽസ്, അതായത് A2 തൊട്ട് A30 വരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡാറ്റ എടുത്തു, ഡാറ്റ വാലിഡേഷൻ എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മളിവിടെ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആരോസ് വരുന്നതായിരിക്കും. ഇനി അടുത്ത ഷോ വാണിങ്ങിൻ്റെ ഇപ്പുറത്തുള്ള റിജക്റ്റ് ഇൻപുട്ടാണ് ഞാൻ ഈ ഓൺ ഇൻവാലിഡ് ഡാറ്റ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഇനിയിപ്പം ഞാൻ ഇവിടെ ഗ്രേപ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകണം.
കണ്ടോ? അപ്പോൾ ഇവിടെ കാണിക്കും there was a problem. The data that you entered in cell A12 violates the data validation rule set on the cell. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധമില്ല. അതായത് ആപ്പിൾ ബനാന ഓറഞ്ച് ആണെങ്കിൽ മാത്രമേ അവിടെ ഡേറ്റ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റയാണ്, അത് റിജക്റ്റ് ചെയ്യുവാണ്. അതാണ് കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ ഡേറ്റ അവിടെ എൻ്റർ ആയിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ ഈ ആപ്പിൾ ബനാന ഓറഞ്ച് ഈ 3 ആണല്ലോ നമ്മുടെ ഡേറ്റ ആയിട്ടുള്ളത്, ആപ്പിൾ ബനാന ഓറഞ്ച്. പക്ഷേ എനിക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ എനിക്ക് ഗ്രേപ്സും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഡേറ്റ ആകെ 3 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A2 തൊട്ട് A30 വരെ ഇപ്പം ഉള്ള നമ്മുടെ ഡേറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ വാലിഡേഷൻ വീണ്ടും എടുത്തു. എന്നിട്ട് ലിസ്റ്റ് ഫ്രം എ റേഞ്ചിനകത്തു നിന്ന് നമ്മൾ എന്താണ് ആപ്പിൾ ബനാന ഓറഞ്ചിൻ്റെ 3 അല്ലാതെ G2 തൊട്ട് G4 അല്ലാതെ താഴോട്ട് ചുമ്മാ അങ്ങ് ലിസ്റ്റ് ചെയ്തങ്ങ് ഇടുക. ഓക്കെ, G32 വരെ ലിസ്റ്റ് ചെയ്തങ്ങ് ഇടുക. ഓക്കെ, അപ്പോൾ ഓക്കെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ സേവ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു G2 തൊട്ട് G32 വരെയുള്ള ഇത്രയും റേഞ്ചിനകത്ത് നമുക്ക് നമ്മുടെ ഡേറ്റ ടൈപ്പ് ചെയ്യാം. ആ ഡേറ്റ അല്ലേ ഈ ഡ്രോപ്പ് ഡൗണകത്ത് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ G5-നകത്ത് ഞാൻ ഗ്രേപ്സ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗ്രേപ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയാണുണ്ടോ ഓട്ടോമാറ്റിക്കലി ഗ്രേപ്സിൻ്റെ ഡേറ്റ ഇവിടെ കയറി വന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വേറൊരു ഫ്രൂട്ട് അവക്കാഡോ ഓക്കെ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവക്കാഡോ വന്നു. ഇങ്ങനെ നമ്മൾ 32 വരെയുമാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. 32 താഴെ വേറെ ഏത് ഫ്രൂട്ട്, ഇപ്പം ലെമൺ ആഡ് ചെയ്തു. പക്ഷെ വന്നോ? ഇല്ല, വന്നില്ല. കാരണം 32 വരെയുമാണ് ആ ഒരു റേഞ്ച് സെലക്ട് ആയിരിക്കുന്നത്. ഇതിന് താഴെ ഡേറ്റ അടിച്ച് കഴിഞ്ഞാൽ വരത്തില്ല. നമ്മൾ എവിടം വരെയാണോ നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യുന്നത് അവിടം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു രണ്ടാമത്തെ രീതി, നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഈ തവണ ഞാൻ കൊടുക്കുന്നത് C1 സെല്ലിലാണ് ഫ്രൂട്ട്സ് എന്ന് ഞാൻ ഹെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ വീണ്ടും ഡേറ്റ വാലിഡേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഫ്രം എ റേഞ്ചിന് പകരം ലിസ്റ്റ് ഓഫ് ഐറ്റം ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റാസ് മെൻഷൻ ചെയ്യാം. പക്ഷേ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ ആയിട്ട് കൊടുക്കുന്നു ആപ്പിൾ. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോമ ഇടുക. കോമ ഇട്ടിട്ട് നെക്സ്റ്റ് നമ്മുടെ ഡേറ്റ ടൈപ്പ് ചെയ്തു ബനാന, നമ്മുടെ അടുത്ത ഡേറ്റ ഓറഞ്ച്. അങ്ങനെ നമുക്ക് വേണ്ടി എന്തൊക്കെ ഡേറ്റ ഉണ്ടോ അതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ 3 കാണിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ വാലിഡേഷൻ എടുത്തിട്ട് ആകെ ഷീറ്റ് C2 എന്ന് പറഞ്ഞാൽ സെല്ല് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ സെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സെല്ല് സെലക്ട് ചെയ്തു. ഇനി ഈ ഫുൾ റോ എനിക്ക് കിട്ടണം, ഫുൾ കോളം എനിക്ക് കിട്ടണം. ഫുൾ കോളത്തിലും എനിക്ക് ഡേറ്റ വാലിഡേഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ C2 തൊട്ട് C34 വരെയാണ് ഇവിടെ ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. അതിന് വരെ ഈ 34 അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് C2 തൊട്ട് C എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുക. അപ്പോൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ കോളത്തിലും എൻ്റെ ഡേറ്റ വാലിഡേഷൻ വരും. ഞാൻ എന്നിട്ട് സേവ് കൊടുത്തു. സേവ് കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കുക, താഴോട്ട് കണ്ടോ, അങ്ങേ അറ്റം വരെ നമുക്ക് ഡേറ്റ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഡേറ്റ നോക്കുക, ആപ്പിൾ അതുപോലെ തന്നെ ബനാന എല്ലാ ഡേറ്റയും വന്നു. അപ്പോൾ ഈ 2 രീതി നമുക്ക് നമ്മുടെ ഡേറ്റാസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ആവശ്യമുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഡേറ്റ വാലിഡേഷനകത്തുള്ള ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ എക്സ്ട്രാ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡേറ്റാസ് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഷീറ്റ് 1 ഞാനിപ്പോൾ C4 മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ C4ൽ മാത്രമേ എൻ്റെ ഈ ഗ്രേപ്സ് എന്ന് പറഞ്ഞ ഡേറ്റ ആഡ് ആവത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അതായത് C4 ഈ C4 എന്ന് പറഞ്ഞാൽ അല്ലേ, C4 എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടി ഓറഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡ്രോപ്പ് ഡൗണിനകത്ത് ആപ്പിൾ ബനാന ഓറഞ്ച് ഉണ്ട്, ഇതിൻ്റെ അകത്തുള്ളതിനകത്ത് ആപ്പിൾ ബനാന ഓറഞ്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ C4 എന്ന് പറഞ്ഞ സെല്ല് മാത്രം സെലക്ട് ചെയ്തു. കണ്ടോ, സെൽ റേഞ്ച് സെലക്ട് ചെയ്ത് C4 ആയതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം ഞാൻ ഇപ്പോൾ ഗ്രേപ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ സേവ് കൊടുത്തു. സേവ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഗ്രേപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളെല്ലാം ആപ്പിൾ ബനാന ഓറഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തം റേഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഡേറ്റ വാലിഡേഷൻ എടുക്കുമ്പം ഡേറ്റ വാലിഡേഷൻ എടുത്തിട്ട് ഇവിടെ C2 തൊട്ട് C കൊടുക്കുക, ഫുൾ കോളത്തിലും കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ കോമ ഇട്ടിട്ട് ഗ്രേപ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ ആ ഒരു ഡേറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേറ്റ വാലിഡേഷനകത്ത് വരുന്ന ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞ ഐറ്റം. ഓക്കെ,
സോ ഇതിവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.